എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എനിക്ക് നമ്മുടെ ഋഷി യോഗ അക്കാഡമി എന്ന ചാനൽ 100K കഴിഞ്ഞിരിക്കുകയാണ്. 1,00,000 സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയായത്. ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ യോഗ അക്കാഡമിയിൽ ആഘോഷം നടത്തി കേക്ക് കട്ടിങ്ങും എല്ലാം നിങ്ങൾക്ക് നന്ദി പറഞ്ഞതാണ് ആ വീഡിയോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണുക. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇനിയും നിങ്ങളിതുപോലെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കാം. അത് യോഗയാണ്. യോഗ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏജ് ആകും. ഒരു 50 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും, കൊച്ചുകുട്ടികൾക്കും ബോഡി പെയിനൊക്കെ വരും. എന്നാലും ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ബോഡിക്ക് പെയിന്, അസ്വസ്ഥതകൾ, ടെൻഷൻ, സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കങ്ങൾ, ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. പറയാൻ കാരണം കുറേ ആൾക്കാർ, സ്ത്രീകളാണ് കൂടുതൽ വിളിക്കുന്നത്. ഈ മെനോപോസ് സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊരു മാനസികമായ ഒരു അസ്വസ്ഥത കൂടുതലായിട്ട് കാണും. ശരീരത്തിന് കൂടുതൽ ചൂട്, എല്ലാവരോടും ദേഷ്യം, വയലൻ്റ് ആകുന്ന സ്വഭാവം, അങ്ങനെയൊക്കെ നമുക്ക് വരും. അപ്പം അപ്പോഴും ചെയ്യാവുന്ന അങ്ങനെയുള്ള ഒരു ഏജിൽ ചെയ്യുന്ന യോഗാസനങ്ങൾ. യോഗ എന്ന് പറഞ്ഞാൽ വലിയ ആസനങ്ങളല്ല, ഇരുന്നു കൊണ്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യാം. അപ്പോൾ ഏത് പ്രായക്കാർക്കും 50, 60, 70, 80 ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഞാൻ 50 എന്ന് പറഞ്ഞത് 50 വയസ്സ് കഴിയുമ്പോഴാണ് കൂടുതലായിട്ട്. ഇപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും വരുന്നുണ്ട്. എന്നാലും എന്നെ കൂടുതലായിട്ട് വിളിച്ച് ചോദിക്കുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് സ്ത്രീകളുടേത് പറഞ്ഞെന്നും പറഞ്ഞ് സ്ത്രീകൾക്ക് മാത്രമല്ല, പ്രായമായ എല്ലാവർക്കും ചെയ്യാം, കുട്ടികൾക്കും ചെയ്യാം, എല്ലാം. അപ്പോൾ നമുക്ക് ആ ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറയാനും, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നാക്കി കൊണ്ടുപോകാൻ, നമ്മൾ ജോയിൻറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ബോഡിയിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിന് സന്തോഷം വരുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാം. വലിയ ആസനമൊക്കെ ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ ഇതിന് കിട്ടും. നമ്മൾ യോഗയിൽ വലിയ കുത്തിമറികൾ ചെയ്തെങ്കിൽ മാത്രമേ യോഗാസനം എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്ന ചെറിയ ആസനങ്ങളാണ് കൂടുതൽ നമുക്ക് മനസ്സിനെയും കൂടെ ബാധിക്കുന്നത്. അപ്പം മനസ്സിനെയും ശരീരത്തിനെയും നമുക്ക് എങ്ങനെ ഏകോപിച്ച് കൊണ്ടുപോകാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇത് കാണിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും ചെയ്യാം. ഇപ്പം നടക്കാനോ ചാടാനോ ഓടാനോ ഒന്നും പറ്റാത്തവർക്ക് കൂടി ഇത് ചെയ്യാവുന്നതാണ്. ഇതിന് മുന്നേ ഞാനിങ്ങനെ ആൾക്കാർ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഇത് ചോദിക്കുന്നത് കാരണമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും കാണുക. നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 50 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. തലകറക്കമായാലും, കഴുത്ത് വേദനയായാലും, പുറം വേദനയായാലും, നടുവേദനയായാലും, മുട്ടുവേദനയായാലും, അപ്പോൾ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ ആസനങ്ങൾ വെച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ കഴുത്ത് മുതൽ നമുക്ക് തുടങ്ങാം. കണ്ണൊക്കെ ഞാൻ നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി കാണുക. അപ്പോൾ ഒരുപാട് ലെങ്തായി പോകും വീഡിയോ. അപ്പോൾ കഴുത്ത് മുതൽ നമുക്ക് ചെയ്യാം. Down, up, down, up, down. ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇത് നേരെ ഹോൾഡ് ചെയ്യുക. ഇനി റൈറ്റ് ഷോൾഡർ സെൻറ്റർ, ലെഫ്റ്റ് ഷോൾഡർ സെൻറ്റർ, റൈറ്റ് സെൻറ്റർ, ലെഫ്റ്റ് സെൻറ്റർ, റൈറ്റ്. ഒന്ന് ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5. സെൻറ്റർ, ലെഫ്റ്റ്. 1, 2, 3, 4, 5. സെൻറ്റർ. ഇനി റൈറ്റ് ഷോൾഡറിൻ്റെ ബാക്കിൽ സെൻറ്റർ, ലെഫ്റ്റ് ബാക്കിലേക്ക്, center, right, center, left, center, right. 1, 2, 3, 4, 5. Center, left. 1, 2, 3, 4, 5. Center. അതിൻ്റെ എണ്ണം കൂട്ടി നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇത്രയും പറയുന്നേ ഉള്ളൂ. റൊട്ടേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇയർ ബാലൻസിങ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൂടും. അതുകൊണ്ട് ഞാൻ റൊട്ടേഷൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഷോൾഡറിൻ്റെയാണ്. 1, 2, 3, 4, 5.
ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് 1 2 3 4 5. ഞാനിതിപ്പോൾ 5 പ്രാവശ്യം വീതം ചെയ്യുന്ന, നിങ്ങൾക്ക് 10 20 പ്രാവശ്യം ചെയ്യാം. ഇനി കൈ 1 2 3 4 5 എല്ലാം 5 ടൈംസാണ് ചെയ്തത്. ഇനി ഒരു കൈ ഹിപ്പിൽ പിടിക്കുക. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം, കാല് നീട്ടി വയ്ക്കാം, അല്ലാതെയും ചെയ്യാം. ഒരു കൈ ഹിപ്പിൽ പിടിക്കുക, ശ്വാസം എടുത്തുകൊണ്ട് അടുത്ത കൈ ഉയർത്തുക, ശ്വാസം വിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ 1 2 3 4 5 ശ്വാസം വിട്ട് താഴെ. ഇനി അടുത്ത കൈ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ട് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുമ്പോൾ നോർമൽ ബ്രീത്തിങ്. 1 2 3 4 5. ഇത് ആവർത്തിച്ച് കൂടുതൽ ടൈമായിട്ട് ചെയ്യാം നമുക്ക്. ഇനി അതുപോലെ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക, നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇൻഹേൽ എക്സേൽ. ഇത് നമ്മുടെ ചെസ്റ്റിനുള്ളതാണ്. ചെസ്റ്റിന് ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കാൻ, നമ്മുടെ ശ്വാസകോശത്തെ ബലപ്പെടുത്തുന്നതാണ്, ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതാണ്. ഇൻഹേൽ ശ്വാസം എടുക്കുന്നതിന് ഇരട്ടി സമയം കൊണ്ട് ശ്വാസം വിടണം. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. നമ്മുടെ ലങ്സിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇൻഹേൽ എക്സേൽ. ഇനി കൈകോർത്ത് ഇങ്ങനെ നന്നായിട്ട്, അതുപോലെ തന്നെ ശ്വാസം എടുക്കുക, ശ്വാസം വിടുമ്പോൾ ഇരട്ടി സമയത്തിൽ ശ്വാസം വിടുക. ഇതും ഓക്സിജൻ വർദ്ധിക്കുന്നതാണ്. ഇൻഹേൽ എക്സേൽ. സാവധാനം ശ്വാസം വിടുക, ചെസ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. ഓരോന്നും ചെയ്തിട്ട് കൈ താഴ്ത്തി വെച്ച് റെസ്റ്റ് കൊടുത്തതിന് ശേഷം വേണം അടുത്തത് ചെയ്യാൻ. ഇനി ഇത് തന്നെ മുകളിലേക്ക്, നമുക്ക് ഹാർട്ടിന് നല്ലതാണ്. ഇൻഹേൽ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ കൈ രണ്ടും, കൈയുടെ ഈ ഭാഗം രണ്ട് ചെവിയിൽ ടച്ച് ചെയ്തിരിക്കണം. എക്സേൽ, സാവധാനം എക്സേൽ ചെയ്യുക. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. ഇത്രയും നമ്മുടെ ലങ്സിന് ഏറ്റവും നല്ലതാണ്. ഇനി കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇത് ഷോൾഡർ പെയിനും ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഷോൾഡറിൻ്റെ കൈയുടെ വേദനയൊക്കെ പോകാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ശ്വാസം ഇങ്ങനെ ഒന്നും എടുക്കാം. ഇൻഹേൽ എക്സേൽ ചെയ്യാം. ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, തിരിച്ചു വരാം, അതുപോലെ തന്നെ തിരിച്ച് പോകും. ഇതൊക്കെ നമുക്ക് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൈയുടെ കൈവിരലിൻ്റെയാണ് ചെയ്തത്. ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യാം, ശ്വാസം ഇങ്ങനെ ചെയ്യാം, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, അതല്ലാതെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, എക്സേൽ. ഇതൊരു 10-15 തവണ നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ കൈയുടെ ഈ വിരലിന്, നമ്മുടെ അങ്ങനത്തുള്ള ഭാഗങ്ങൾക്കെല്ലാം നമുക്കൊരു വേദന വരും. ചിലപ്പോൾ തണുപ്പ് സമയത്തൊക്കെ നമുക്ക് വേദന വരും. ആർത്രൈറ്റിസുമായിട്ട് ബന്ധമുള്ളതാണ് അതൊക്കെ. അതിനൊക്കെ വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് എത്ര കൂട്ടി ചെയ്യാമോ അത്രയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മുടെ റിസ്റ്റിൽ കൈവയ്ക്കുക. ഈ ഭാഗത്ത് വരുന്ന വേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4
5. തിരിച്ച് 1 2 3 4 5. അതുപോലെ തന്നെ 1 2 3 4 5. 1 2 3 4 5. അതുപോലെ ഇവിടെ കൈ രണ്ട് വയ്ക്കുക. ശ്വാസം എടുക്കുക. ഇൻഹേൽ എക്സേൽ. ശ്വാസം എടുക്കാതെ നിങ്ങൾക്ക് അങ്ങനെയാണ് സൗകര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ വിരലിങ്ങനെ പിടിച്ചിട്ട്, ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഈ വിരലിങ്ങനെ ബാക്കിലേക്ക് ചെയ്യുക. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. അതുപോലെ തന്നെ 1 2 3 4 5. ഇനി കാൽ വിരലിൻ്റെ കാണിക്കുന്നത്. കാലിൻ്റെ ഇത് കാണാമല്ലോ. കാൽ വിരലിൻ്റെ കൈ രണ്ട് ബാക്കിലേക്ക് കൂട്ടി അപ്പ് ആൻഡ് ഡൗൺ. 1 2 3 4 5. നിങ്ങൾ എന്നെങ്കിലും ചെയ്യണം. ഇനി ക്ലോക്ക് വൈസ് 1 2 3 4 5. ആൻറ്റി ക്ലോക്ക് വൈസ് 1 2 3 4 5. ഇനി 1 2 3 4 5. ഇനി കാല് ഇങ്ങനെ നീട്ടി വയ്ക്കുക. രണ്ട് കാലും അകറ്റി വെച്ചിട്ട് മാക്സിമം അകറ്റി വയ്ക്കുക. ഇടത് കൈ വലത് തള്ളവിരലും വലത് കൈ ഇങ്ങനെ 1. അപ്പം നമ്മൾ ഒന്നുകൂടെ ഈ സൈഡിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ബോഡിക്ക് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. 1 2 3 4 5. ഒന്ന് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. 1 2 3 4 5. അങ്ങനെ ഒരു 20 ടൈംസ് എങ്കിലും നിങ്ങൾ ചെയ്യുക. ഇത് വളരെ നല്ലതാണിത്. ഇത് PCOD ഒക്കെ ഉള്ളവർക്കും ഒക്കെ നല്ലതാണ്. ഇതിന് ചെയ്യുന്നത് PCODക്കാർക്കും ഒക്കെ നല്ലതാണ്. കൈ രണ്ടും ചക്കി ശലാസനം എന്ന് പറയും. കൈ രണ്ടും കോർത്ത് വയ്ക്കുക. നന്നായിട്ട് നല്ല ബാക്കിലേക്ക് അങ്ങ് മലക്കുക. 1 2 നന്നായിട്ട് കിടക്കുന്നത് പോലെ ചെയ്യുക. 3 4 5. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് 1 2 3 4 5. ഇനി അടുത്തത് കാല് നീട്ടി വയ്ക്കുക. അടുത്ത കാല് ആ കാലിൻ്റെ പാദം തൊടയിലേക്ക് വയ്ക്കുക. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ട് അവിടെ ഒന്നുകൂടെ നോർമൽ ബ്രീത്തിങ് ചെയ്യുക. ഒരു 5 സെക്കൻഡ്. 1 2 3 4 5. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം 1 2 3 4 5. ഇനി അടുത്ത കാല് അത് ഒരു കാലിൽ നിന്നൊരു 4-5 പ്രാവശ്യം ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് സമയക്കുറവ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശ്വാസം എടുക്കുക. ശ്വാസം വിടുക. 1 2 3 4 5. ശ്വാസം എടുക്കുക. ശ്വാസം വിടുക. 1 2 3 4 5. അപ്പോൾ ഇനി ഒരു ചോദ്യം വരും, അയ്യോ എൻ്റെ കൈ എനിക്ക് ഇങ്ങനെ അത്രയും പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇത്രയേ പറ്റുന്നുള്ളെങ്കിൽ ഇത്രയും ചെയ്യുക. അത്രയും ചെയ്യുക. ശ്വാസം എടുക്കുക. ശ്വാസം വിടുമ്പോൾ വയറ് നമ്മൾ അകത്തോട്ടങ്ങ് സ്ട്രെച്ച് ചെയ്യുമല്ലോ. അപ്പോൾ വളരെ നല്ലതാണ്. നമുക്ക് വയർ സംബന്ധമായ എല്ലാ കാര്യത്തിനും ഒക്കെ നല്ലതാണ്. PCODക്കാർക്ക് അതുപോലെ തന്നെ നമ്മുടെ വെരിക്കോസ് വെയിനൊക്കെ ഒരുപാട് ഗുണമുള്ളതാണ്. രണ്ട് കാലും വെച്ച് ചെയ്യുക. അതേപോലെ തന്നെ രണ്ട് കാലും ചെയ്യുക. അതുപോലെ തന്നെ ശ്വാസം എടുക്കുക. നിങ്ങൾ ചെയ്താൽ മതി. ശ്വാസം ഇതിൻ്റെ ഒരു കൗണ്ടർ പോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. നന്നായിട്ട് കാൽപാദം മാക്സിമം താഴോട്ട്, കൈ രണ്ടും ബാക്കിലേക്ക്. പൂർവോത്താനാസനം നമ്മൾ ചെയ്തത് പശ്ചിമോത്താനാസനമാണ്. അതിൻ്റെ പൂർവോത്താനാസനമാണ് ഞാൻ കാണിച്ചു തന്നത്. കാരണം ഈ സൈഡിലോ പ്ലീസ് കാണിക്കാം. കൈ രണ്ടും ഇതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. ബാക്കി ചെയ്താൽ മതി. അവിടെ ഇത് ചെയ്യുന്നത് നമ്മളൊരു കയ്യിൽ മറ്റേ കൈ പിടിക്കുക.
ശ്വാസം വിടുക. ഇത് ചെയ്യുന്നത് നമുക്ക് അസിഡിറ്റിയൊക്കെ കുറയാൻ നല്ലതാണ്. അസിഡിറ്റി, ഫാറ്റി ലിവർ അതൊക്കെ മാറാൻ വളരെ നല്ലതാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് നന്നായിട്ട് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് മുട്ടിൽ ഒരു മുട്ടിൽ തൊടുക. അവിടെ വന്നുകൊണ്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. 1 2 3 4 5. വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് 1 2 3 4 5. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് 1 2 3 4 5. ഞാൻ ആവർത്തിച്ച് 2 പ്രാവശ്യമെങ്കിലും കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓരോന്നേ ചെയ്യത്തുള്ളൂ. അതാ 1 2 3 4 5. ഇനിയാണ് ശ്വാസത്തോടെ താഴോട്ട് കൊണ്ടുവരിക. നേരെ ഇങ്ങനെ കാണിക്കാം. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് മാക്സിമം താഴോട്ട് 1 2 3 4 5. വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് 1 2 3 4 5. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയേ പറ്റുന്നുള്ളെങ്കിൽ ഇത്രയും ചെയ്യുക. ശ്വാസം വിടുമ്പോൾ വയറകത്തോട്ട് നല്ലോണം സ്ട്രെച്ച് ആവും. അപ്പം വയറ് സംബന്ധമായ എല്ലാ കാര്യത്തിനും വളരെ നല്ലതാണ്. അടുത്തൊരു സ്ട്രെച്ചിങ് കാണിക്കുകയാണ്. കാല് മാക്സിമം അകറ്റി വയ്ക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ഈ ഒരു കൈ ഇവിടെ മാക്സിമം ടച്ച് ചെയ്യും. അപ്പോൾ ഈ ഭാഗത്തേക്ക് വളരെ നല്ലതാണ്. നമ്മുടെ പാൻക്രിയാസിനും ഒക്കെ നല്ലതാണ്. നമ്മൾ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഈ സൈഡിൽ ചാടിക്കിടക്കുന്ന അതൊക്കെ കുറയാൻ നല്ലതാണ് സ്ട്രെച്ചിങ്. 1 2 3 4 5. ശ്വാസം വീണ്ടും തിരിച്ച് 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. 1 2 3 4 5. മാക്സിമം നമുക്ക് താഴോട്ട് വരാം. ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്, ഈ പറയാൻ വേണ്ടിയാണ് ഈ പൊങ്ങി ഇരിക്കുന്നത്. മാക്സിമം താഴോട്ട് വരാം. ഉണ്ടോ? അത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഇനി ബട്ടർഫ്ലൈ. അത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. കൈ രണ്ടും വെച്ചേക്കുക. ഇത് PCOD ഉള്ളവർക്ക് നമ്മുടെ യൂട്രസ് സംബന്ധം, പീരീഡ് സംബന്ധമായ എല്ലാ കാര്യത്തിനും വളരെ നല്ലതാണ്. നന്നായിട്ട് ചെയ്യാം. കുറേ നേരം ചെയ്യുക. ഇതിൻ്റെ കൂടെ ഇത് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നവർ മാത്രം ചെയ്യുക. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് മാക്സിമം താഴെ അവിടെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. Inhale, exhale. 1 2 3 4 5. ഇതിപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിഷമിക്കേ വേണ്ട. ബട്ടർഫ്ലൈ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ കൈ രണ്ടും ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാനാണ് ഇത് പറയുന്നത്. നേരെ ഇങ്ങനെ ഇരിക്കുക. 1 2 3 4 5. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് അങ്ങനെ അത് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇനി ഒരുപാട് ആസനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചെയ്താൽ ഈ വീഡിയോ ഒരുപാട് വലുതായിപ്പോവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം. ഇതെല്ലാവരും നിങ്ങൾ ചെയ്യുക. നമ്മുടെ ടെൻഷൻ മാറാനും, സ്ട്രെസ്, ടെൻഷൻ, മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറാൻ ഒരുപാട് നല്ലതാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഫ്ലെക്സിബിലിറ്റി ഉള്ള സൂക്ഷ്മ വ്യായാമങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് എത്ര വയ്യാത്തവർക്ക് വേണമെങ്കിലും ചെയ്യാം. 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ ഉള്ളവർക്കും എല്ലാവർക്കും, പ്രായമായ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്കും ചെയ്യാം. PCOD ഒക്കെ ഉള്ള പിള്ളേർക്കും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുക. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനിയിപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി എല്ലാവർക്കും. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നന്ദി.